കമ്മിറ്റിയുടെ കാലാവധി 3 മാസമാകും 1 മാസമാക്കി കുറച്ചാൽ നിങ്ങൾ ഈ സമരം അവസാനിക്കുന്നതിന് ആലോചിക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനൊരു ഫോർമുലയിലേക്ക് സർക്കാർ പോകുന്നു. അല്ല, അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കമ്മിറ്റിയുടെ സമയം ഇതിൽ തന്നെയാണ് പറഞ്ഞത്. 6 മാസം എന്നൊക്കെ പറഞ്ഞപ്പോൾ 3 മാസം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കട്ടെ. ഇത് അന്നെടുത്ത തീരുമാനങ്ങൾ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകും. ഉണ്ടാകുമെന്ന് ഞാൻ അന്ന് തന്നെ കമ്മിറ്റിയിൽ പറഞ്ഞിരുന്നു, അന്നത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടും ഞാൻ പറഞ്ഞിരുന്നു. അശാസ്ത്രീയമായ ചികിത്സാ രീതി തുടരുകയാണ്. കഴിഞ്ഞ നെയ്യാറ്റിൻകരയിൽ ഇതുപോലെ തന്നെ ഈ പ്രസവത്തിന് ശേഷം യുവതി മരിക്കുന്നു. മലപ്പുറത്തും സമാനമായ സംഭവങ്ങൾ നടക്കുന്നു. ഇതിനകത്ത് ആരോഗ്യവകുപ്പിന്റെ ബോധവൽക്കരണം കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്താത്തതാണ് ഇപ്പോഴും ഈ രീതിയിലേക്ക് ചില ആളുകളിലേക്ക് പോകാൻ കാണുന്നത്. അല്ല, ചില കാര്യങ്ങൾ ബോധപൂർവ്വം മറച്ചുവെക്കുന്നതായിട്ട് കാണുന്നു. ഈ കേസിൽ തന്നെ പ്രാഥമികമായി അവിടെ നിന്ന് DMO നൽകിയ റിപ്പോർട്ടിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീട്ടിൽ ചെല്ലുമ്പോൾ മറിഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അതായത് പറയേണ്ടതില്ല. അപ്പോൾ മറിഞ്ഞിരിക്കുന്നതിന്റെ കാരണം അവബോധമില്ലായ്മ അല്ലല്ലോ, അത് മറച്ചു വെക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ മരണത്തിലേക്ക് ഇത്തരത്തിൽ അമ്മമാരെ കുഞ്ഞുങ്ങളെ തള്ളിവിടുന്നത് അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു നരഹത്യയായിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും. വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ. കേരളം ഇത്ര പതിറ്റാണ്ടുകളായി നാം ആർജിച്ച നമ്മുടെ പൊതുബോധ്യങ്ങളുണ്ട്, സാമൂഹിക ബോധ്യങ്ങളുണ്ട്, ആരോഗ്യ മേഖലയിലെ ബോധ്യങ്ങളുണ്ട്. ഇപ്പോൾ 1,00,000 ഡെലിവറികൾ നടക്കുമ്പോൾ 97 അമ്മമാർ രാജ്യത്ത് മരിക്കുന്നു. 19 പേരിൽ താഴെയാണ് കേരളത്തിൽ മരണമടയുന്നുള്ളൂ. ആ 19 എന്നുള്ള സംഖ്യയിലേക്ക് എത്തുന്നതിന് വലിയ പ്രയത്നം ഉണ്ടായിട്ടുണ്ട്, വലിയ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് അടിത്തറയായിട്ടുള്ളത് നമ്മുടെ സാമൂഹിക മുന്നേറ്റം, നമ്മുടെ വിദ്യാഭ്യാസ മുന്നേറ്റം ഒക്കെ അതിന് അടിത്തറയായിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നോട്ട് പോകാനായിട്ട് പാടില്ല. ഈ 19 എന്നുള്ളത് എത്തിയത് ഈസി ആയിട്ട് എത്തപ്പെട്ടതല്ല, അത് നമ്മുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ. അപ്പോൾ അത് മാത്രമല്ലല്ലോ, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അമ്മമാരുടെ ആരോഗ്യം, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, അത് മാത്രമല്ല ന്യൂബോൺ സ്ക്രീനിങ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ, അമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് തക്കവണ്ണം വൈദ്യശാസ്ത്രം വളർന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മളുടെ കണക്കുകളുണ്ട്. ഇപ്പോൾ ഞാനിവിടെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞിരുന്നു, 500-ൽ പരം പ്രസവങ്ങൾ വീടുകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു. ഈ വർഷം 2024-25 ഒരു ചെറിയ കുറവുണ്ട്. പക്ഷേ ആ കുറവ് നമ്മൾ അങ്ങനെ പൊതുവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടല്ലോ. അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു കുറവ് എന്നുള്ളത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് ഗൗരവമുള്ള വിഷയമാണ്. അത് ശക്തമായിട്ടുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തുന്നതിനു പുറമേ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെയുള്ള ഒരു ബോധവൽക്കരണ പ്രവർത്തനം, പൊതു അവബോധം സൃഷ്ടിക്കൽ, ഇതാണല്ലോ നമ്മുടെ മുന്നിലുള്ള ഡേറ്റ. ഇതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് ഈ മരണനിരക്കുകൾ. അപ്പോൾ തീർച്ചയായിട്ടും അതിന്മേൽ ഒരു പൊതുബോധം ശക്തമായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഇടപെടലുകളും എല്ലാവരെയും ചേർത്തുകൊണ്ട്, ആരോഗ്യവകുപ്പും ഒറ്റയ്ക്കല്ല എല്ലാവരെയും ചേർത്തുകൊണ്ട് നടത്തും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതിൽ നമുക്ക് ഒരു മുൻവിധിയും ഇല്ല. ശരി. വീണ ജോർജ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ആശാ വർക്കേഴ്സിന്റെ വിഷയത്തിൽ യോഗത്തിൽ തീരുമാനിച്ചതുപോലെ തന്നെ മുൻപോട്ട് പോകുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ മലപ്പുറത്ത് യുവതി പ്രസവത്തെ തുടർന്ന് മരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യത്തെപ്പറ്റിയും അവർ പ്രതികരിക്കുകയായിരുന്നു. ബോധപൂർവമായി ഇത്തരം കാര്യങ്ങൾ മറച്ചുവെക്കുന്നത് മനഃപൂർവ്വമായ നരഹത്യയായി കണക്കാക്കണമെന്നും കൂടി മന്ത്രി വീണ ജോർജ് കൂട്ടിച്ചേർക്കുന്നു.